എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഇന്നലെയും ഇന്നുമായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള 40ഓളം പേർക്ക് ഞാൻ റിപ്ലൈ നൽകാനുണ്ട്. ഇന്ന് ഇൻ്റർവ്യൂ മറ്റോ ആയതുകൊണ്ടുള്ള തിരക്ക് കൊണ്ടാണ് റിപ്ലൈ ഞാൻ തരാഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ദേഷ്യമൊന്നും പെടേണ്ട, ഈ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകിയത്. എല്ലാവരോടും സോറി പറയുന്നു. ഉടൻ തന്നെ, അതായത് ഇന്ന് തന്നെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഹൊഗും ലോജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഈ ഒരു കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഇവിടെ 36 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഇവിടെ സാലറി വരുന്നത് 2000 സൗദി റിയാലാണ്. ബേസിക് സാലറിയാണ് ഇവിടെ പറയുന്നത്. ഈ സാലറിക്ക് പുറമെ കമ്മീഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. അപ്പോൾ എന്തായാലും ഒരു 2500 സൗദി റിയാലിന് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസി. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ സാലറി ഡീറ്റെയിൽസ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 2000 സൗദി റിയാലാണ് കമ്പനി ബേസിക് സാലറി ആയിട്ട് പറയുന്നത്. കൂടാതെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവില്ല. 36 വയസ്സിന് താഴെ പ്രായമുള്ള സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, അത് ലേറ്റ് ആയിക്കോട്ടെ മീഡിയം ആയിക്കോട്ടെ ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് വാലിഡോ എക്സ്പേർട്ട് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ലൈസൻസോ പരിഗണിക്കുന്നില്ല. സൗദി ലേറ്റ് അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. 36 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അത്യാവശ്യം വേക്കൻസി ഉണ്ട്. വീക്കിലി ഡേ ഓഫ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ വരുന്നില്ല. ഡോക്യുമെന്റ് സെലക്ഷൻ വഴിയും അതേപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്ലസ് ഡ്രൈവിംഗ് വീഡിയോ ഇതുവഴിയാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് സെലക്ഷൻ വഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും വിട്ടുപോരുത്. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും ഒരു ഡ്രൈവർ വേക്കൻസി തന്നെയാണ്. നഹൽ എക്സ്പ്രസ് എന്ന കമ്പനിയിലേക്കാണ് ഇവിടെ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. അതായത് ലോജിസ്റ്റിക്സ് ഡെലിവറി ആയിരിക്കും, ഫുഡല്ല, ലോജിസ്റ്റിക് മേഖലയിലാണ് നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി വരുന്നത്. ഇവിടെ 1700 സൗദി റിയാലാണ് ബേസിക് സാലറി ആയിട്ട് വരുന്നത്. കൂടാതെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 2200 സൗദി റിയാലിന് മേലെ ഏൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവുകയില്ല. കൂടാതെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ GCC രാജ്യത്തെ ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളവരെ ഇവിടെ പരിഗണിക്കുന്നില്ല. കൂടാതെ 40 വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. കാർ ഡെലിവറി ഡ്രൈവർ ലോജിസ്റ്റിക് കമ്പനിയിലേക്ക്, നഹൽ എക്സ്പ്രസ് എന്ന ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് കാർ ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇവിടെ വേക്കൻസി വന്നിട്ടുള്ളത്. ഇവിടെയും ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല. നമുക്ക് ഡോക്യുമെന്റ് സെലക്ഷൻ വഴിയാണ്, അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടാതെ ഡ്രൈവിംഗ് വീഡിയോ ഇതുവഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. ഓർക്കുക, ഇവിടെയും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കില്ല. ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് മതി. സൗദി ആണെങ്കിൽ, സൗദിയിലെ ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ, വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ വാലിഡ് നിർബന്ധമാണ്. 40 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ഈ ഒരു വേക്കൻസിയിലേക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. സൗദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും നമുക്ക് ഡ്രൈവർ വേക്കൻസി തന്നെയാണ്. ഇത് ദമാമിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ 2 വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേക്കൻസിയാണ്. സൗദി അറേബ്യയിലെ ദമാമിലെ അൽറൈ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് വന്നിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർ. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് 1800 സൗദി റിയാലാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഓവർ ടൈം എടുക്കാം. ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 സൗദി റിയാലിന് മേലെ ഏൺ ചെയ്യാൻ കഴിയും. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവില്ല, മറ്റു ഇൻസെൻറ്റീവോ കമ്മീഷനോ കാര്യങ്ങൾ ഉണ്ടാവില്ല. 1800 സൗദി റിയാൽ പ്ലസ് ഓവർ ടൈം. ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ കമ്മീഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആംബുലൻസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണല്ലോ വേക്കൻസി. ഇവിടെ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ആയിക്കോട്ടെ മീഡിയം ആയിക്കോട്ടെ പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടാക്സിയിലൊക്കെ ഓടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള, ഒരു 42 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് താഴെ പ്രായമുള്ള 21 to 40, 42 വയസ്സിന് താഴെ ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. ഇവിടെ നമുക്കും ഇൻ്റർവ്യൂ ഇല്ല, ഡോക്യുമെന്റ് സെലക്ഷൻ വഴി തന്നെയാണ് സെലക്ഷൻ നടക്കുന്നത്. അൽറായി മെഡിക്കൽ കോംപ്ലക്സിലേക്കാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്.
ഇതിലേക്കും ഡോക്യുമെൻറ്റ് സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ന്യൂൺ കമ്പനിയിലേക്കാണ്. ഇവിടെയും ഇൻ്റർവ്യൂ ഇല്ല എന്നുള്ളത് എടുത്ത് പറയട്ടെ. ഡോക്യുമെൻറ്റ് സെലക്ഷൻ വഴി മാത്രമാണ് സെലക്ഷൻ നടക്കുന്നത്. ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല. ന്യൂൺ കമ്പനിയിലേക്ക് വെയർഹൗസ് ഹെൽപ്പർ അല്ലെങ്കിൽ വെയർഹൗസ് ലേബർ എന്ന പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട്. വെയർഹൗസ് ലേബർ എന്ന് പറയുമ്പോൾ പാക്കിംഗ്, പിക്കിംഗ്, ലാബിലിംഗ്, അതേപോലെ തന്നെ ലോഡിംഗ്, അൺലോഡിംഗ് ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ലോഡിംഗ്, അൺലോഡിംഗ് ഇങ്ങനെയുള്ള വർക്കുകളായതുകൊണ്ട് തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഒരു രീതിയിലുമുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല. ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നുണ്ട്. ഇനി വെയർഹൗസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ പ്രശ്നമല്ല. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മാത്രം മതി. മറ്റൊരു യോഗ്യതയും ഇവിടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. മറ്റു ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ന്യൂൺ കമ്പനിയിലേക്കാണ് ഈ ഒരു വെയർഹൗസ് ലേബർ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ ഡയറക്റ്റ് ന്യൂൺ കമ്പനിയിലേക്കല്ല എന്നുള്ളത് എടുത്ത് പറയട്ടെ. മാൻ പവർ വഴിയായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. 1500 സൗദി റിയാലായിരിക്കും ബേസിക് സാലറി. പ്ലസ് ഓവർ ടൈം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഫുഡ് ഉണ്ടാവില്ല. ഇവിടെ ഇൻസെൻറ്റീവോ കമ്മീഷനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1500 ബേസിക് സാലറി പ്ലസ് ഓവർ ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1700, 800 ആ റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുക. അതിന് മുകളിൽ 2000 ഒന്നും ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. 1800 സൗദി റിയാലിൻ്റെ ഉള്ളിലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക. പിന്നെ നിങ്ങളുടെ വർക്ക് പോലെ ഇരിക്കും. നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വർക്ക് പോലെ ഇരിക്കും ഉണ്ടാവുക. അപ്പോൾ പക്ഷെ അതൊന്നും നമ്മൾ കൺഫേം പറയുന്നില്ല കേട്ടോ. പ്രൊമോഷൻ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ഒരു വേക്കൻസിയിലേക്കാണ്, വെയർഹൗസ് ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അവസരം വന്നിട്ടുള്ളത്. ഇതും നമുക്ക് ഡോക്യുമെൻറ്റ് സെലക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല. ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഏകദേശം ഒരു 10 to 20 ദിവസം കൊണ്ടായിരിക്കും ലഭിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളുടെയും റിസൾട്ട് ഡോക്യുമെൻറ്റ് സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ച മുതൽ 20 ദിവസം കൊണ്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. റിസൾട്ട് കിട്ടി നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഇതിലേക്ക് 30 to 40 ദിവസം കൊണ്ട്, അതായത് റിസൾട്ട് കിട്ടിയ ശേഷം 30 to 40 ദിവസം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. അതായത് ഇവിടുന്ന് പോകാൻ കഴിയുക. അതിനിടയിൽ മെഡിക്കൽ മറ്റു കാര്യങ്ങളെല്ലാം കഴിയും. അപ്പോൾ ഒരു 40 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയ ശേഷം 40 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ഇതുപോലെയുള്ള കൂടുതൽ ഗൾഫ് ജോലി ഒഴിവുകൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട.